പ്രജിത, ഈ ഏറ്റവും അപകടകരമായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈല് അത് അമേരിക്കക്കാണോ ഉള്ളത്? അമേരിക്കക്കാണ് എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ഒരു വൈപ്പ് അങ്ങനെയാണ്. പക്ഷെ വൈപ്പ് പോലെയല്ല കാര്യങ്ങള്. അത് റഷ്യയുടേതാണ്. റഷ്യയുടെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട്. അതിന്റെ പേര് അവാൻഗാർഡ് എന്നാണ്. ഈ അവാൻഗാർഡിനെ തടയാനുള്ള, അതായത് ആ മിസൈലിനെ തടയാനുള്ള സാങ്കേതിക വിദ്യ ഈ പറഞ്ഞ അമേരിക്കക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. അമേരിക്കക്ക് മിസൈലിനെ തടയാനുള്ളത് സാങ്കേതിക വിദ്യ പോലും ഇല്ല. പക്ഷെ പരക്കെ എല്ലാവരും പറയും ഈ പറയുന്ന വലിയേട്ടൻ്റെ കയ്യിൽ കോടാലിയുണ്ട്, മമ്മട്ടി ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കയാണല്ലോ മുമ്പന്തിൽ. അപ്പൊ അമേരിക്കയുടെ കയ്യിലാണ് എല്ലാ മികച്ച സാധനങ്ങളും ഉള്ളത് എന്നുള്ളതാണ്. അത് പിന്നെ അവർക്ക് പണം കൊടുത്തിട്ടായാലും അത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കണം. കാരണം അവർക്ക് എപ്പോഴും പിടിച്ചു നിൽക്കേണ്ടത് കൂടി, ഹൈപ്പിൽ നിൽക്കേണ്ടത് അവരുടെ കൂടെ ആവശ്യമായതുകൊണ്ടാണ്. അപ്പൊ ഇത് ചോദിച്ചപ്പോ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. നമുക്കപ്പോ നമ്മളും ഈ ഡിഫൻസിൽ ഏറ്റവും മുന്നിൽ നിൽക്കാനുള്ള ഒരു വെമ്പലിലുള്ള കുതിപ്പിലാണ് നമ്മളും ഉള്ളത്, അല്ലെ? ആ ഒരു രീതിയിൽ ഈ നമ്മുടെ കയ്യിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ പറയില്ല എന്തെല്ലാം ബോംബുകൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം പടക്കോപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്, മാസ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അണിയറയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞത് എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെ, അങ്ങ് ഉണ്ടായിരുന്നു എന്നുള്ളതും അതിന്റെ കേപ്പബിലിറ്റി അറിഞ്ഞത് ഈ 4 ദിവസത്തെ അടിയിലായിരുന്നു. അപ്പൊ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആർക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. നമ്മൾ പല സംസാരത്തിലും പറഞ്ഞു, ആർക്കും ഇല്ല, ഇന്ത്യയുടെ കയ്യിലോ അവന്റെ കയ്യിൽ വല്ല ഡ്യൂപ്ലി ആയിരിക്കും, ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ. പക്ഷെ നമ്മുടെ ആയുധങ്ങളുടെ മൂർച്ചയും മികവും ഒക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞ അന്തം വിട്ടു, ഞെട്ടി എന്നുള്ളതാണ്. അപ്പൊ അത് 4 ദിവസം കൊണ്ട് നിർത്തി. അതൊരു മര്യാദ കൂടിയാണ് കേട്ടോ, അതൊരു മര്യാദ കൂടിയാണ്. കാരണം 4 ദിവസത്തിൽ കൂടുതലൊക്കെ ഒരു യുദ്ധം പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഇസ്രായേൽ ഗാസ ഈ പറയുന്നത് പോലെ, പിന്നെ യുക്രൈൻ റഷ്യ യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് അറിയാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി തന്നെ വല്ലാതെ ബാധിക്കുമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരാം. അപ്പൊ ഈ ഹൈപ്പർസോണിക് മിസൈൽ നമ്മളും അതുപോലെ ഒന്ന് വികസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ ഈ സാധനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞെട്ടിത്തെറിച്ച് മൂലക്കിരിക്കാനായിട്ട് എന്തായാലും ഇന്ത്യക്ക് മനസ്സില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരാണ് ടെൻടഡാൻ വിഷ്ണു എന്ന് പറയേണ്ടി വരും. അത് വിഷ്ണു എന്നുള്ളത് അതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. പോകെ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇതിനെയൊക്കെ ഈ പറയുന്ന അവാൻഗാർഡിനെയും വെട്ടുന്ന തരത്തിലുള്ള യുദ്ധോപകരണം, ഒരു ഹൈപ്പർസോണിക് മിസൈൽ വരുന്നു. അപ്പോൾ ഇത് പൂർത്തിയാകുന്ന പക്ഷം സത്യത്തിൽ ഈ ഒരു മേഖലയിലുള്ള ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അവാൻഗാർഡ് നിലവിൽ അതാണ്. നമ്മൾ വികസിപ്പിക്കുമ്പോൾ അതിന്റെ 10 മടങ്ങ് മികവുള്ള അതിനൂതനമായ രീതിയിലുള്ള വേർഷൻസ് ഒക്കെ ഉള്ള കാര്യമായിരിക്കും എന്തായാലും വികസിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത്തരത്തില്ല. ഇനി നമുക്ക് ഒന്ന് റഷ്യയുടെ അവാൻഗാർഡിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ ഇതിലേക്ക് വരാം, വിഷ്ണുവിലേക്ക് വരാം. അപ്പോൾ അവാൻഗാർഡ് ഒരു മിസൈൽ, വെറും ഒരു മിസൈൽ അല്ല, അതൊരു ഇന്റർ കോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈലാണ്, ICBM ആണ്. അതാണ്. അപ്പൊ ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനം കൂടിയാണ് ഈ അവാൻഗാർഡ് എന്ന് പറയുന്ന മിസൈല്. അപ്പൊ ഇതിന് മാക് 20 മുതൽ മാക് 27 വരെ അവിശ്വസനീയമായ വേഗതയിൽ പറക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് മണിക്കൂറിൽ 24,000 മുതൽ 33,000 കിലോമീറ്റർ വരെ ഈ അവാൻഗാർഡിന് പോകാൻ പറ്റും. അപ്പൊ ഏതാണ്ട് എവിടെ വേണേലും പോയി നശിപ്പിച്ച് കൊണ്ടാറടക്കാൻ പറ്റും എന്ന് അർത്ഥം. അപ്പൊ 2019 പറയുന്നത് ഇതിനൊരു 2 മെഗാടൺ വരെ ശക്തിയുള്ള ആണവ പോർമുനയും വഹിക്കാൻ കഴിയും. 2 മെഗാടൺ, അത് എത്രയോ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ 10,000 കിലോമീറ്റർ വരെ ദൂരെയുള്ള ഈ മിസൈലിന് വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ പോലും തകർക്കാനുള്ള ശേഷിയും ഈ അവാൻഗാർഡിനുണ്ട്. ആകാശത്ത് വെച്ച് ദിശ മാറ്റാനും സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. ആകാശത്ത് വെച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഇതെല്ലാം എതിരെ വരികയാണെങ്കിലും വേറെ ഇൻഫർമേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അത് വഴി മാറ്റി വിടാൻ
പറ്റും. അപ്പൊ അതാണ് ഏറ്റവും വലിയ അപകടകാരിയാക്കുന്ന ഈ അവാൻഗാർഡിനെ അപകടകാരിയാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ എവിടെ വെച്ച് വേണം, അതായത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇടത്തിന് മുമ്പ് മിസൈൽ വ്യതിചലിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഇടത്തേക്ക് കൊണ്ടുവന്ന് ഇത് വർഷിക്കാൻ കഴിഞ്ഞാൽ അത് ആരുടെയും ശ്രദ്ധ പോവാത്ത തരത്തിലാണ്. എവിടേക്ക് ഇവർ കൊണ്ടുപോയി ചെന്ന് പതിപ്പിക്കും എന്നുള്ളത് ഈ മിസൈൽ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ നിലവിലുള്ള മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. ട്രാക്ക് ചെയ്യാനും പറ്റില്ല, നിർത്താനും പറ്റില്ല, പാതിവഴിയിൽ നിർത്താനും ഒന്നിനും പറ്റില്ല. അപ്പൊ ഇത് തടസ്സങ്ങളൊക്കെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും ഈ പോകുന്നത് ഏത് നാട്ടിലേക്കാണോ അവന്റെ നെഞ്ചത്ത് വീഴാനുള്ള സകല സാധ്യതയും കൃത്യമായിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഏറ്റവും ഭയാനകരമായിട്ടുള്ള ആയുധങ്ങളിൽ ഒന്നായിട്ട് അതിനെ വിലയിരുത്തുന്നത്. ഇനി നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന മിസൈൽ അത് വേഗതയേറിയതാണ്, വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്നതും വൈവിധ്യമാർന്നതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രമത്തിലാണ്. അപ്പൊ ഈ മൾട്ടി റോൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന നിലയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മണിക്കൂറിൽ ഇതിന് 10,000 മുതൽ ഒരു 12,000 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. അപ്പോ ഇതിന്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് 5,000 കിലോമീറ്റർ അടുത്താണ്. അത്രയും ആകാനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത് കൂടാതെ അത് ഈ പറയുന്നത് പോലെ അവാൻഗാർഡിന്റെ പോലെ തന്നെ അതിന് ആണവ പോർമുനയൊക്കെ വഹിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ മുഴുവൻ പേര് നമ്മൾ പറയില്ല, വിഷ്ണു എന്ന് പറയുന്നെങ്കിലും ഇതിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് വെഹിക്കിൾ ഫോർ ഇന്റഗ്രേറ്റഡ് ആൻഡ് സ്ട്രാറ്റജിക് ഹൈപ്പർസോണിക് നാവിഗേഷൻ ആൻഡ് യൂട്ടിലിറ്റി എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് വിഷ്ണു എന്നുള്ളത്. സത്യത്തിൽ നമ്മുടെ ഭഗവാൻ വിഷ്ണു സൈന്യത്തിൽ അവതരിച്ചതുപോലെ ആണ്. അതായത് അത്രയും ആയുധത്തിന് ആ ഒരു പേരിട്ടെന്നും പറയും. അതും പറയും, നമ്മുടെ നാട്ടിലെ ആൾക്കാര് അത് പറയും. അതെ, പക്ഷെ അതല്ല, തെറ്റിദ്ധാരണയാണ്. ഇതാണ് ഇതിന്റെ ഒരു ഇതുപോലെ യാദൃശ്ചികമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ നോക്കിയിട്ട് ഇടുന്നതായിരിക്കില്ല. പക്ഷെ പറഞ്ഞത് ഒരു കാര്യമാണ്. അങ്ങനെയും പറയാനും അപകീർത്തിപ്പെടുത്താനും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ മുൻകൈ എടുക്കുകയും ചെയ്യും, കുറ്റം പറയണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതില് ഈ പറയുന്ന വിഷ്ണുവിന്റെ പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്ന് എന്ന് പറയുന്നത് വിക്ഷേപണ വഴക്കമാണ്. അതായത് അത് കരയിൽ നിന്നോ ആകാശത്തിൽ നിന്നോ കടലിൽ നിന്നോ വിക്ഷേപിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ മറ്റതിന്റെ അവാൻഗാർഡിന്റെ ആ ഒരു കാര്യത്തെ കുറിച്ച് അവർ പറയുന്നില്ല കേട്ടോ. അതായത് നമ്മുടെ താവളത്തിന്റെ അല്ല, അതെ, ഇപ്പൊ വൈനസ് വിക്രാന്ത് പോലെയൊക്കെയുള്ള ഷിപ്പിനുള്ളിൽ നിന്ന് അയക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ശത്രുവിന്റെ റഡാറുകളെയും മിസൈൽ കവചങ്ങളെയും ഒക്കെ മറികടക്കാൻ കഴിയുന്ന പ്രതിരോധ നുഴഞ്ഞുകയറ്റ ശേഷിയുള്ള അവാൻഗാർഡിനെ പോലെ തന്നെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇത് പാകത്തിനാണ് രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ മറികടക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനി പുറത്തു വരുമ്പോഴായിരിക്കും അതൊരു സ്റ്റെൽത്ത് ആണോ എന്നുള്ളത്. ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ റഡാറുകളുടെ കണ്ണിപ്പെടില്ല. അതെ അതെ അതെ, സ്റ്റെൽത്ത് ആയിരിക്കുമോ എന്നുള്ളത് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് നോക്കുമ്പോൾ ഈ അവാൻഗാർഡ് വിഷ്ണു പോലുള്ളൊക്കെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞ പോലെ വേഗത, സ്റ്റെൽത്ത്, സ്മാർട്ട് മാനുവറിങ് എന്നിവയൊക്കെ ആരാണ് മുന്നിലെന്ന് തീരുമാനിക്കുന്ന തരത്തിൽ ഹൈപ്പർസോണിക് എന്താ പറയാ യുദ്ധത്തിന്റെ ഒരു പുതുയുഗം കൂടി വരികയാണ്. ഇനി പരസ്പരം മത്സരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരാതിരിക്കട്ടെ, ഒരിക്കലും ഒരു യുദ്ധം വരാതിരിക്കട്ടെ. അപ്പൊ ഇത് പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഇതൊക്കെ കയ്യിലിരിക്കുമ്പോൾ ഇതിൽ ആരാണ് മുൻപിലുള്ളത്? ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോ പറഞ്ഞു അമേരിക്കയാണോ? പക്ഷെ അല്ല, ആ പ്രതീതി അങ്ങനെയായിരുന്നു. അതെ, ആ പ്രതീതി നിലനിർത്തുകയാണ്. അപ്പൊ ഇത് കയ്യിലേക്ക് വരുമ്പോ ഇത് എങ്ങനത്തേക്ക് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ആരുടെയൊക്കെ കയ്യിൽ എന്തൊക്കെ മിസൈൽ ഉണ്ട്, ഈ എന്റെ മിസൈലിനെ വെല്ലുന്ന മിസൈൽ ആരുടെ കയ്യിലാണ്, ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ നിരീക്ഷണത്തിന്റെ ഒരു ബാക്കിപത്രം കൂടിയാണ് നമ്മൾ പറഞ്ഞ പോലെ പെഹൽഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടത്. ഒരു അവസരം റിപ്പബ്ലിക് ദിനം ഉണ്ടല്ലോ,
അന്ന് ഈ ഡൽഹി പരേഡില് പരേഡിലൊക്കെ ഈ പ്ലെയിനൊക്കെ നമ്മളെ പറത്തി കാണിക്കുമല്ലോ. അതെ അതെ അത് കാണിക്കും. അപ്പൊ അത്തരത്തിൽ അതിലൊക്കെ ഇതിന്റെ ഡെമോ കൂടി വരുന്നുണ്ടല്ലോ, ടാബ്ലോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ റഷ്യ വാൻഗാർഡുമായിട്ട് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഒരു വിഷ്ണുവുമായിട്ട് നമ്മുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നത്. അപ്പൊ അതെ അത് എങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. പക്ഷെ ഉള്ളിലൊരു ജലസി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതെ. അപ്പൊ അത് വിഷ്ണു ഹൈപ്പർസോണിക് മിസൈൽ നമുക്കും നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എന്താ പറയാ ഏഷ്യയിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കൽ ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ ഇതിനകം തന്നെ നൂതന ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയുള്ള റഷ്യക്കും ചൈനയ്ക്കും തുല്യ സ്ഥാനത്തേക്ക് നമ്മൾ കൂടി എത്തുന്നതാണ്. റഷ്യയും ചൈനയും മത്സരിച്ച് നിൽക്കുന്ന ഇടത്തേക്ക് നമുക്ക് കൂടി ഒരു എൻട്രി ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഭീഷണികൾ ഉണ്ടായ രാജ്യത്തിന് ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി നൽകിക്കൊണ്ട് വിഷ്ണു ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് പാകിസ്ഥാൻ നിലവിൽ ഉപയോഗിക്കുന്ന ഏതൊരു മിസൈൽ സംവിധാനത്തെക്കാളും വളരെയധികം മുന്നേറാൻ സാധിക്കും. കാരണം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് അത് പറയുന്നതിന് കാരണം അതാണ്. അത് തന്നെയാണ് അതിന്റെ കാരണം. ചൈനയുടെ കയ്യിലിരിക്കുന്ന സാധനം യൂസ് ആൻഡ് ത്രോ ആണ്. പക്ഷെ ഇത് നമുക്കറിയില്ലേ, പ്രവർത്തിപ്പിക്കാൻ അറിയുന്നവന്റെ കയ്യിലായിരിക്കണം, എറിയാൻ അറിയുന്നവന്റെ ഒരു വടി കിട്ടണം. അപ്പൊ ഇതിപ്പോ ഈ സാധനവും കൊടുക്കണം, നമുക്ക് ആളെയും കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരും. അപ്പൊ അത്തരത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മിസൈൽ സംവിധാനങ്ങളിൽ വെച്ചിട്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. കാരണം ചൈനയുടെ ആണ് ഇത് ഉപയോഗിക്കുന്നത്. 81% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചൈനയാണ്. ഇപ്പൊ അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്, US-ഉമായിട്ട് ടൈപ്പിലേക്ക് വരികയാണ്. അപ്പോൾ മിസൈലിന്റെ ഉയർന്ന വേഗതയും ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടക്കാനുള്ള കഴിവും അർത്ഥമാക്കുന്നതിന് അത് വളരെ കൃത്യതയോടെയും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആക്രമണം നടത്താൻ കഴിയും. ഒരു മുന്നറിയിപ്പും വേണ്ട, ഇതങ്ങ് പൊയ്ക്കോളൂ, പോകേണ്ട അടുത്ത് പൊയ്ക്കോളും, മറുപടി കൊടുത്തോളും. അപ്പൊ ഇത്തരം ഹൈടെക് ആയുധങ്ങളൊക്കെ വികസിപ്പിക്കുന്നത് ഇന്ത്യ മുൻനിര സൈനിക സാങ്കേതിക ശക്തികളിൽ നമ്മൾ മുന്നിലാണ്, ഒന്നാമതാണ് എന്ന് കൂടി തെളിയിച്ചു കൊടുക്കുന്ന ഒരു വിഷയമായിട്ട് അവിടെ മാറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിഷ്ണു എന്ന് പറയുന്നത് വികസനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി വികസിപ്പിച്ച് കഴിയണം, പരീക്ഷണങ്ങൾ കഴിയണം, ഇതെല്ലാം കഴിയണം. റഷ്യയിൽ ഒരു കാര്യം വികസിപ്പിച്ച് അതിന്റെ പരീക്ഷണമൊക്കെ കഴിഞ്ഞത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പരീക്ഷണം, ഈ വാർത്തകൾ വരുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ പാതിമുക്കാലും പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടാവാം. മേ ബി അങ്ങനെ ആയിരിക്കാം. വിഷ്ണുവിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വെഹിക്കിൾ ഫോർ ഇന്റഗ്രേറ്റഡ് ആൻഡ് സ്ട്രാറ്റജിക് ഹൈപ്പർസോണിക് നാവിഗേഷൻ ആൻഡ് യൂട്ടിലിറ്റി, അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്തായാലും മോശം വരില്ല. നമ്മൾ ഇതുവരെ അതെ, നമ്മൾ ഇതൊന്നും മോശമല്ലാത്ത രീതിയിലേക്ക് നമ്മളുടെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായി നമ്മളുടെ ഒരു പവർ എന്ന് പറയുന്നത് അത്രത്തോളം ആയിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ വികസിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ DRDOയ്ക്ക് കൂടി എന്താ പറയുക, വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടു കൂടി പല ആയുധങ്ങളും നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഒരു നീണ്ട ലിസ്റ്റാണ് ഉള്ളത്. 17ഓളം രാജ്യങ്ങളെ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വിഷ്ണു എന്ന് പറയുമ്പോൾ ആരും ഞെട്ടണ്ട. വിഷ്ണുവിന്റെ ഫുൾ ഫോം ഇതാണ്. അതുകൊണ്ട് ഇങ്ങനെ ചൊറിയാൻ വരണ്ട.